ശബരിമലയിൽ മകരവിളക്ക് പൂജകൾക്ക് ഇന്ന് സമാപനം ആകും. ഹരിവരാസത്തിന് ശേഷം മാളികപ്പുറത്ത് ഗുരുതി നടക്കും. ഇന്ന് രാത്രി വരെ മാത്രമാണ് തീർത്ഥാടകർക്ക് പ്രവേശനമുണ്ടാവുക. നാളെ പുലർച്ചെ രാജപ്രതിനിധി തൊഴുത് പടിയിറങ്ങുന്നതോടുകൂടി ക്ഷേത്ര നട അടയ്ക്കും. വിവരങ്ങളുമായി ഗൂഗിൾ രമേശ് ചേരുന്നുണ്ട്. ഗൂഗിൾ, ദിവസങ്ങൾ നീണ്ട കാത്തിരിപ്പായിരുന്നു മകരവിളക്ക് പൂജകൾ. എന്തായാലും ആ പൂജകൾക്കൊക്കെ തന്നെ ഇന്ന് സമാപനമാവുകയാണ്. ഹരിവരാസനത്തിന് ശേഷം മാളികപ്പുറത്ത് ഗുരുതി നടക്കുകയും ചെയ്യും. ഇന്ന് രാത്രി വരെ മാത്രമാണ് തീർത്ഥാടകർക്ക് പ്രവേശനമുണ്ടാവുക. എങ്ങനെയാണ് ഒരു മകരവിളക്ക് മഹോത്സവത്തിനു കൂടി സമാപനമാകുമ്പോൾ അവിടെ നിന്നുള്ള കാഴ്ചകൾ, മറ്റു വിവരങ്ങൾ? രാഖി, ഒരു വർഷം നീണ്ടുനിന്ന പ്രാർത്ഥനകളുടെയും ശരണമന്ത്ര ഘോഷങ്ങളുടെയും ഒക്കെ നാളുകൾക്ക് പരിസമാപ്തിയാകുവാൻ ഇനി ഏറെക്കുറെ മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. മണ്ഡല മകരവിളക്ക് പൂജകൾക്ക് ശബരിമലയിൽ ഇന്ന് സമാപനമാവുകയാണ്. മകരവിളക്കിന് ശേഷം 7 ദിവസം ക്ഷേത്രനട തുറന്നിരിക്കുമെന്ന് ഇന്നിപ്പോൾ 6ാം നാൾ രാത്രിയാണ്. രാത്രി ഗുരുതി പൂജകളോടുകൂടിയാണ് ഈ ക്ഷേത്ര പൂജകൾക്കൊക്കെ തന്നെ സമാപനമാകുന്നത്. ഇന്നുകൂടി മാത്രമാണ് തീർത്ഥാടകർക്ക് പ്രവേശനം സന്നിധാനത്തേക്ക് അനുവദിച്ചിരിക്കുന്നത്. ഇന്നലെ കൊണ്ട് നെയ്യഭിഷേക ചടങ്ങുകളും മറ്റ് അഭിഷേക ചടങ്ങുകളും ഒക്കെ ശബരിമലയിൽ പൂർത്തീകരിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് അഭിഷേക ചടങ്ങുകളൊന്നും തന്നെ ശബരിമലയിൽ ഇല്ല. ഇന്നെന്തായാലും രാവിലെ നട തുറന്ന് ഭഗവാനുള്ള പതിവ് പൂജകൾ, ഉഷപൂജ, അത്താഴപൂജ അടക്കമുള്ള ചടങ്ങുകൾ മാത്രമാണുള്ളത്. വൈകുന്നേരം അതുപോലെ തന്നെ നട തുറന്നതിന് ശേഷം പടിപൂജയുണ്ട് വൈകിട്ട്. അതിനുശേഷം രാത്രി ഹരിവരാസനം പാടി ക്ഷേത്രനട അടയ്ക്കും. അതിനുശേഷമാണ് മാളികപ്പുറത്ത് പരിഹാര ക്രിയകളുടെ ഭാഗമായിട്ടുള്ള ഗുരുതി പൂജ ചടങ്ങുകൾ നടക്കുന്നുണ്ടാവുക. ഒപ്പം അതിനുശേഷം ശബരിമലയിലെ എല്ലാ ആചാരപരമായിട്ടുള്ള ചടങ്ങുകളും പൂർത്തിയാവുകയാണ്. നാളെ പുലർച്ചെ തീർത്ഥാടകർക്കാർക്കും തന്നെ ശബരിമല അയ്യപ്പനെ കാണുവാനായിട്ട് അനുവാദമില്ല. ശബരിമലയിലേക്ക് പ്രവേശനമുണ്ടാവില്ല. നാളെ രാജപ്രതിനിധിക്ക് മാത്രമാണ് ശബരീശനെ ദർശിക്കുവാനുള്ള അവസരമുണ്ടാകുന്നത്. അത് ആചാരപരമായിട്ടുള്ള ഒരു ചടങ്ങാണ്. അതായത് അയ്യപ്പൻ്റെ പിതൃസ്ഥാനീയനാണ് പന്തളം രാജാവ്. അദ്ദേഹം തിരുവാഭരണ ഘോഷയാത്രയുമായിട്ട് തിരുവാഭരണങ്ങളുമായിട്ട് അയ്യപ്പനെ കാണാനായിട്ട് മകരവിളക്ക് നാളിൽ ഇവിടെ ശബരിമലയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോഴും മാളികപ്പുറത്ത് അദ്ദേഹത്തിൻ്റെ ആ ഒരു മുറിയിൽ ഉണ്ട്. അതിനുശേഷം നാളെ അദ്ദേഹം രാവിലെ അതിപുലർച്ചെ അയ്യപ്പനുമായിട്ട് നേരിട്ട് ദർശിക്കുവാനായിട്ട് എത്തും. അതായത് പുത്രനും പിതാവും മാത്രം നേരെ സംസാരിക്കുന്ന രീതിയിലുള്ള ഒരു ചടങ്ങാണ്, ഒരു വിശേഷാൽ ചടങ്ങാണ് നാളെ നടക്കാനായിട്ട് പോകുന്നത്. അതിവൈകാരികതയുള്ള ഒരു ചടങ്ങ് കൂടിയിട്ടാണ് ആ ചടങ്ങെന്ന് പറയുന്നത്. നാളെ അവർക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിന് മാത്രമാണ് ഭഗവാനെ ദർശിക്കുവാനായിട്ട് അനുമതിയുള്ളത്. ആ സമയത്ത് ക്ഷേത്രം തന്ത്രിയോ മേൽശാന്തിയോ പോലും ശ്രീകോവിലിനുള്ളിൽ ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് ഐതിഹ്യം. അതിനുശേഷം രാജപ്രതിനിധി തൊഴുത് അവിടെ നിന്ന് മാറിയതിനു ശേഷം മേൽശാന്തി ക്ഷേത്രം അടച്ച് താക്കോൽക്കൂട്ടം ആ രാജപ്രതിനിധിക്ക് കൈമാറും. അദ്ദേഹം ആ താക്കോൽക്കൂട്ടവുമായിട്ട് ആചാരപരമായിട്ട് ഉടവാളും ഏന്തിക്കൊണ്ട് നേരെ കൊടിമര ചുവട്ടിൽ വന്ന് ഭഗവാനെ തൊഴുത് വീണ്ടും 18ാം പടി ഇറങ്ങി താഴെ എത്തും. തുടർന്ന് താഴെ എത്തിയതിനു ശേഷം താക്കോൽക്കൂട്ടം തിരികെ ആ മേൽശാന്തിയെ തന്നെ ഏൽപ്പിക്കും. അതിനുശേഷം തിരുവാഭരണങ്ങളുമായി അദ്ദേഹം പന്തളത്തേക്കുള്ള യാത്ര തിരിക്കും. അങ്ങനെയുള്ളൊരു ചടങ്ങാണ് നാളെ പുലർച്ചെ നടക്കാനായിട്ട് ഇരിക്കുന്നത്. എന്തായാലും ആ സമയത്ത് മറ്റ് ഭക്തർക്കോ ആർക്കും തന്നെ ശബരീശനെ ദർശിക്കുവാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാവുകയില്ല. ഒപ്പം ഇന്നലെ വൈകിട്ട് ശബരിമലയിൽ എഴുന്നള്ളിപ്പ് ചടങ്ങുകൾ പൂർത്തിയായിട്ടുണ്ടായിരുന്നു. മകരവിളക്കിന് ശേഷം ആരംഭിച്ചിട്ടുള്ള മണിമണ്ഡപത്തിൽ നിന്ന് ആരംഭിച്ച എഴുന്നള്ളിപ്പ് ചടങ്ങ് അത് 5ാം ദിവസമായിട്ടുള്ള ഇന്നലെ ശരംകുത്തി വരെ നീണ്ടു. ആ എഴുന്നള്ളിപ്പ് ഭഗവാൻ കൊമ്പൻ മീശക്കാരനായിട്ടുള്ള അയ്യപ്പസ്വാമിയുടെ തിടമ്പാണ് മണിമണ്ഡപത്തിൽ നിന്നും എഴുന്നള്ളിച്ച് ശരംകുത്തി വരെ പോകുന്നത്. അതായത് ഈ ശരംകുത്തിയിലെത്തി അവിടെ എത്തി നായാട്ടുവിളി ചടങ്ങ് നടത്തി. പെരുന്നാട് പുന്നമുട്ടിൽ കുടുംബക്കാരാണ് നായാട്ടുവിളി ചടങ്ങ് ശബരിമലയിൽ പാരമ്പര്യമായിട്ട് നടത്തുന്നത്. അവരുടെ നേതൃത്വത്തിൽ ശരംകുത്തിയിൽ
നായാട്ടുവിളി ചടങ്ങ് നടത്തി. അതിനുശേഷം മലദൈവങ്ങളെയും ഭൂതഗണങ്ങളെയും കൂട്ടിക്കൊണ്ട് തിരികെ വരുന്നു എന്നുള്ളൊരു ഐതിഹ്യത്തിലാണ് എഴുന്നള്ളിപ്പ് ചടങ്ങ് ഇന്നലെ നടന്നത്. അങ്ങോട്ട് തീവെട്ടിയുടെയും വാദ്യമേളങ്ങളുടെയും ഒക്കെ അകമ്പടിയിൽ ആഘോഷപൂർവ്വമാണ് അങ്ങോട്ട് എഴുന്നള്ളിപ്പ് പോകുന്നത്. തിരിച്ചിങ്ങോട്ട് വരുന്നത് മലദൈവങ്ങളെയും ഭൂതഗണങ്ങളെയും കൂട്ടിക്കൊണ്ട് തിരികെയുള്ള മടക്കയാത്ര തീവെട്ടികൾ അണച്ചുകൊണ്ട് വാദ്യമേളങ്ങൾ ശബ്ദിക്കാതെ നിശബ്ദമായിട്ടുള്ള ഒരു യാത്രയായിട്ടാണ് തിരിച്ചു വരുന്നത്. ആ ചടങ്ങുകളൊക്കെ കണ്ടു തൊഴുന്നതിന് വേണ്ടിയിട്ട് ശബരിമലയിൽ പതിനായിരക്കണക്കിന് തീർത്ഥാടകരാണ് ഇന്നലത്തെ ദിവസം ഇവിടെ കാത്ത് നിന്നിരുന്നത്. ഒപ്പം ഇന്നത്തെ ഗുരുതി പൂജ അടക്കം കണ്ടു തൊഴുവാനായിട്ട് എല്ലാ വർഷവും വലിയ ഭക്തജനത്തിലേക്ക് അനുഭവപ്പെടാറുള്ളതാണ്. എന്തായാലും ഇന്നിപ്പോൾ രാവിലത്തെ ദിവസത്തെ തിരക്കുകൾ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാകുന്നത് വലിയ തിരക്ക് തന്നെ രാവിലെയും അനുഭവപ്പെടുന്നുണ്ട്. ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലുമൊക്കെ തന്നെ പ്രത്യേകിച്ച് മകരവിളക്കിന് ശേഷമുള്ള എല്ലാ ദിവസവും അഭൂതപൂർവമായിട്ടുള്ളൊരു തിരക്കിലേക്ക് സന്നിധാനം മാറിയിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് പമ്പയിലടക്കം ഇന്നലെ തീർത്ഥാടകരെ മണിക്കൂറുകളോളം തടഞ്ഞ് നിർത്തേണ്ടതായിട്ടുള്ള സാഹചര്യമുണ്ടായി. മരക്കൂട്ടം മുതൽ ഇങ്ങോട്ട് തന്നെ തീർത്ഥാടകരുടെ വരി നീണ്ടു. 5 മണിക്കൂർ 6 മണിക്കൂറൊക്കെ ക്യൂ നിന്നതിന് ശേഷമാണ് മരക്കൂട്ടം മുതൽ ഇങ്ങോട്ട് വരെ എത്തുവാനായിട്ട് തീർത്ഥാടകർക്ക് സാധിച്ചിട്ടുള്ളത്. എന്തായാലും ഇന്നും സമാനമായിട്ട് തിരക്കുണ്ടാകും. പക്ഷേ ഇന്നൊരു കാര്യം, ഇന്ന് രാത്രി വരെ തൊഴുതിറങ്ങാവുന്ന രീതിയിലുള്ള ആളുകളെ മാത്രമേ, ആ ഒരു സമയം കണക്കാക്കി മാത്രമേ പമ്പയിൽ നിന്നും നിലയ്ക്കൽ നിന്നും തീർത്ഥാടകരെ ഇങ്ങോട്ടേക്ക് കടത്തി വിടുകയുള്ളൂ. അതിനുശേഷം എത്തുന്ന, അതായത് ഇന്ന് രാത്രി തൊഴുതിറങ്ങാൻ പറ്റാത്ത രീതിയിൽ ഇവിടെ എത്തുന്നവരെ, ഉച്ചയ്ക്ക് ശേഷമൊക്കെ എത്തുന്ന ആൾക്കാരെ ദർശനത്തിനായിട്ട് കടത്തിവിടുകയില്ല എന്നുള്ളതാണ് നമുക്ക് അറിയുവാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും ഈ ഒരു തീർത്ഥാടന കാലത്തിൽ തുടക്കം മുതൽ തന്നെ വലിയ ഭക്തജന തിരക്കുണ്ടായിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് 1 ലക്ഷത്തിന് മുകളിലേക്ക് തീർത്ഥാടകരുടെ സംഖ്യ പല ദിവസങ്ങളിലും കടക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ആദ്യം ഈ ഒരു തീർത്ഥാടന കാലത്തിന് കൂടി സമാപ്തിയാകുമ്പോഴേക്കും ആചാരപരമായിട്ടുള്ള എല്ലാ ചടങ്ങുകളും ശബരിമലയിൽ പൂർവാധികം ഭംഗിയായിട്ട് അതിൻ്റെ മുറ പോലെ തന്നെ നടപ്പാക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതൊക്കെ നിറഞ്ഞ ഭക്തജന സാന്നിധ്യത്തിൽ, ഭക്തി നിറഞ്ഞ അന്തരീക്ഷത്തിൽ തന്നെ എല്ലാ ചടങ്ങുകളും അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. എഴുന്നള്ളിപ്പ് ചടങ്ങ്, മകരവിളക്കിന് ശേഷം എഴുന്നള്ളിപ്പ് ചടങ്ങുകൾ 5 ദിവസം നടന്നു. മണിമണ്ഡപത്തിൽ അയ്യപ്പൻ്റെ വിവിധ ഭാവങ്ങളിൽ 5 ദിവസം കളമെഴുത്തും പാട്ടും നടന്നു. നായാട്ടുവിളി അടക്കമുള്ള പ്രധാനപ്പെട്ട ചടങ്ങുകൾ, ശബരിമലയുടെ മാത്രം പ്രത്യേകതയായിട്ടുള്ള തനത് ചടങ്ങുകളാണ് അവയൊക്കെ. അതൊക്കെ നടന്നു. ഇന്നലെ എന്തായാലും എഴുന്നള്ളിപ്പ് ചടങ്ങ് പൂർത്തിയായി. ഇനി ഗുരുതി പൂജ കൂടിയാണ് അവശേഷിക്കുന്നത്. രാത്രി ഹരിവരാസനം പാടി നട അടച്ചതിന് ശേഷമാണ് മാളികപ്പുറത്ത് ഗുരുതി ചടങ്ങുകൾ ആരംഭിക്കുന്നുണ്ടാവുക. മാളികപ്പുറത്ത് മണിമണ്ഡപത്തിന് സമീപമായിട്ട് പ്രത്യേകം ക്രമീകരിച്ചിരിക്കുന്ന ആ സ്ഥലത്താണ് ഗുരുതി പൂജ ഉണ്ടാവുക. ഗുരുതി പൂജ കണ്ടു തൊഴുവാനായിട്ട് ഭക്തർക്ക് അവസരമുണ്ട്, അവസരമുണ്ട്. ഏതായാലും രാത്രിയാണ് ആ ചടങ്ങുകൾ നടക്കുന്നത്. അതിനുശേഷം രാത്രി തന്നെ മുഴുവൻ ഭക്തരെയും സന്നിധാനത്ത് നിന്നും പുറത്തേക്ക് ഇറക്കും. അതിനു വേണ്ടിയിട്ട് പോലീസും മറ്റ് സേനാ വിഭാഗങ്ങളും ഒക്കെ കൃത്യമായിട്ട് ഇടപെടൽ നടത്തി ആരെയും സന്നിധാനത്ത് ഇന്ന് തങ്ങാനായിട്ട് അനുവദിക്കുകയില്ല. നാളെ പുലർച്ചെ രാജപ്രതിനിധി തൊഴുതിറങ്ങുന്നതോടുകൂടി എല്ലാ ചടങ്ങുകളും പരിസമാപ്തിയായി. മണ്ഡല മകരവിളക്ക് പൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്ര നട അടയ്ക്കുകയാണ്. പിന്നീട് കുംഭമാസ പൂജകൾക്ക് വേണ്ടി ശബരിമല ക്ഷേത്ര നട അടുത്ത മലയാള മാസം 1-ാം തീയതിയാണ് തുറക്കുന്നുണ്ടാവുക. എന്തായാലും ആ ഒരു വ്രതാനുഷ്ഠാന കാലത്തിന് കൂടിയിട്ടാണ് അവസാനമാകുന്നത്. തീർത്തും ഒരു ഭക്തി നിറഞ്ഞ അന്തരീക്ഷത്തിൽ തന്നെയാണ് സന്നിധാനവും പരിസര പ്രദേശവും ഇപ്പോൾ ശരണമന്ത്ര മുഖരിതമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും ആ ശരണമന്ത്രങ്ങളൊക്കെ നിലച്ച് അയ്യപ്പൻ വീണ്ടും യോഗസമാധിയിലേക്ക്, യോഗനിദ്രയിലേക്ക് മടങ്ങിപ്പോകുവാനായിട്ട്, ഭസ്മവിഭൂഷിതനായിട്ട് അയ്യപ്പൻ ചിന്മുദ്രാങ്കിതനായിട്ട് യോഗസമാധിയിലേക്ക് പോകുന്നതിനായിട്ട് ഇനി മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. എന്തായാലും ആ ചടങ്ങുകളൊക്കെ കണ്ടു തൊഴുകാനായിട്ട് വലിയ ഭക്തജനങ്ങൾ, അല്ലെങ്കിൽ വലിയ സംഖ്യയിൽ ഭക്തജനങ്ങൾ ഇങ്ങോട്ടേക്ക് ഒഴുകി എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും പൂർവാധികം ഭംഗിയായി തന്നെ ഇതുവരെയുള്ള ചടങ്ങുകളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇനി അവശേഷിക്കുന്ന ചടങ്ങുകളും ആ രീതിയിൽ തന്നെ നടപ്പാക്കുമെന്നുള്ളതാണ് ദേവസ്വം ബോർഡ് അടക്കമുള്ള അധികൃതർ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഒരു ഭക്തിയുടെ പാരമ്പര്യത്തിലേക്ക് ശബരിമലയും ഈ കാനനവും മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. രാഖി, ശരി ഗൂഗിൾ. ശബരിമലയിൽ മകരവിളക്ക് പൂജകൾക്ക് ഇന്ന് സമാപനം ആവുകയാണ്. ഹരിവരാസനത്തിന് ശേഷം മാളികപ്പുറത്ത് ഗുരുതി നടക്കും. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം തീർത്ഥാടകർക്ക് നിയന്ത്രണം ഉണ്ടാകും എന്നുള്ളതാണ് സന്നിധാനത്ത് നിന്ന് ഗോകുൽ രമേശ് റിപ്പോർട്ട് ചെയ്തത്.